ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മാർച്ച് റീഡിംഗ് ആണ് ചെയ്യാൻ പോണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് മനസ്സിലായ മൈക്ക് ഇട്ടിരുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ കാർഡ്സ് എടുക്കുന്നില്ല. ഞാൻ ഈ മെസ്സേജസ് തന്നെ, ഈ ഫസ്റ്റ് 2 കാർഡ്സ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ പുതിയ റെക്കോർഡിങ് ചെയ്യണത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ലിയോ, എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ എന്താണ് റീഡിംഗ്. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി മാർച്ചിൽ 6 ഓഫ് ഓൺസ് ആദ്യം ലിയോയുടെ എനർജി തന്നെയാണ് ഔട്ട്കം. അപ്പോൾ 6 ഓഫ് ഓൺസ് നിങ്ങൾക്ക് ഓവറോൾ എനർജിയാണ്. ഇത് ഒരു സക്സസിൻ്റെ എനർജിയാണ് ലിയോ. ഇത് കുറേ ഒരു പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്, കുറേ ഒരു ഫെയിം റെക്കഗ്നിഷൻ്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്യണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. അത് പേഴ്സണൽ ലൈഫ് ആവാം, സോഷ്യൽ ലൈഫ് ആവാം, അല്ലാച്ചാൽ കരിയറിലും ഞാൻ സെയിം ഔട്ട്കമാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ സ്ട്രെങ്ത്, ഇത് ലിയോയുടെ എനർജിയാണ്. പാസ്റ്റിൽ എന്തോ ചാലഞ്ചസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അത് നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു, ഡീൽ ചെയ്തു. അതിനെ ഗിവ് അപ്പ് ചെയ്യാണ്ട് ആ സിറ്റുവേഷനെ എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റാച്ച അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ കറണ്ട് എനർജിയിൽ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്, ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ഇതൊരു ബിട്രേയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരോ നിങ്ങളെ ബിട്രേ ചെയ്തു എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ മാർച്ചിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിനെ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. ഫ്യൂച്ചറിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ കുറേ പൈസ വരാൻ പോകുന്നുണ്ട്. ഇത് ബൾക്ക് മണിയാണ്. അപ്പോൾ ചില കേസസിൽ ഇത് ഇൻഹെറിറ്റൻസ് ആയിരിക്കാം, ഇല്ലച്ചാ ഫാമിലിയുടെ ത്രൂ കിട്ടണ പൈസ ആയിരിക്കാം, ഏതെങ്കിലും ബോണസ് ഇല്ലച്ചാ അരിയേഴ്സ്, പാസ്റ്റ് അരിയേഴ്സ്, അങ്ങനത്തെ എന്തെങ്കിലും ബൾക്കായിട്ട് പൈസ വരുമ്പോൾ അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. ചില കേസസിൽ ഇത് മാരേജിൻ്റെയും എനർജി ആവാം. നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി ലൈഫിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, വെർഗോ എനർജി. മേ ബി നിങ്ങൾ ഇങ്ങനത്തെ ഈ വെർഗോയുടെ കൂടെ ആയിരുന്നു ഡീൽ ഉണ്ടാവുക. ഇതൊരു മദർലി ഫെമിനിൻ എനർജിയാണ്. മേ ബി നിങ്ങളുടെ വൈഫായിരിക്കാം, നിങ്ങളുടെ മദർ ആയിരിക്കാം, ഓരേൽസ് ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കാം. പക്ഷെ ഇവരാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് ഞാൻ ഇവിടെ കാണുന്നത്. ഇവർ നിങ്ങളുടെ കൂടെ ഓഫീസിലും ഒരുമിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ അഡ്വൈസ് 5 സോഡ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, ചില റിലേഷൻഷിപ്സ് വർത്ത് അല്ല ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വാക്ക് അവേ ചെയ്യാനാണ് ബെസ്റ്റ് ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് തരണത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ വിക്ടറി നിങ്ങളുടെയും അവരുടെയും അല്ല. ഇതൊരു ജനറലി രണ്ടാളും ഒരു വെരി കോമ്പറ്റേറ്റീവ് അൺഹെൽതി എനർജിയിലാണ് പെറ്റുപോയാണ്. അതിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കേണ്ടി വരും. ഇല്ലാച്ചാൽ നിങ്ങൾ എപ്പോഴും ആ നെഗറ്റിവിറ്റിയിൽ തന്നെ ആയിരിക്കും സറൗണ്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇതിലൊരു കൺക്ലൂഷൻ ഒന്നുമില്ല, രണ്ടാൾക്കും അത്രയും ഹേർട്ടാവും. അപ്പോൾ അത് കാട്ടിലും നല്ലത് ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്തിന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുകയാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇതൊരു റെസ്ട്രിക്റ്റീവ് എനർജിയാണ്. നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആവുന്നില്ല, ആരുടെയും കൂടെ സോഷ്യലൈസ് ചെയ്യില്ല. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കുറേ ഒരു ആരോ ഇങ്ങനെ ഹെൽഡ് ബാക്ക് ആയ എനർജിയിലാണ് ഞാൻ കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഔട്ട്കം. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ് ആണ് ലവിൽ, ഒരു പുതിയ ഓഫറാണ്. ഈ പുതിയ ഓഫർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് മാർച്ചിൽ. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ 6 ഓഫ് ഓൺസ് എന്താണെന്ന്. നയൻ ഓഫ് കപ്സ് ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്, കരിയർ ഗോൾസ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്.
പേഴ്സണൽ ഗോൾസ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. സ്ട്രെങ്ത്, നിങ്ങൾ എന്തോ പാസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ വിചാരിച്ചു ഈ സിറ്റുവേഷൻ ശരിയാവും, വർക്കൗട്ട് ആവും, അപ്പോൾ കുറേ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഇതിനെ ഡീൽ ചെയ്തു. പക്ഷേ അത് ശരിയായിട്ടല്ല ഇവിടെ എൻഡ് ചെയ്യണത്. ഇതൊരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടാണ് എൻഡ് ചെയ്യണത്. കറൻറ്റ് സിറ്റുവേഷൻ 3 of Swords, നിങ്ങൾ ആദ്യം അടുത്തിന് സെപ്പറേറ്റഡ് ആയിരിക്കാം. ഇത് വെർഗോ എനർജിയാണ്. ആൻഡ് ഇവിടെ കുറേ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. 10 of Pentacles, ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ടാണ് പോണത്. ഞാൻ പറഞ്ഞ മാതിരി കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി, കുറേ പൈസ വരാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ മേ ബി ഒരു അലയൻസ് വരും, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ ഓഫർ ഉണ്ടാവും. ആൻഡ് നിങ്ങൾ ഒരു ഫാമിലി ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക ഈ പേഴ്സൻ്റെ കൂടെ, മാരേജ് ആയിരിക്കും ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാലഞ്ച്? ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ മേ ബി ഇപ്പോൾ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരിക്കാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഓർ എൽസ് വർക്കിൻ്റെ റീസൺസ് കാരണമായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയേ. വേറെ ആൾക്കാരുടെ ഇൻ്റർഫിയറൻസ് കാരണമായിരിക്കാം സെപ്പറേറ്റ് ആയേ. അപ്പോൾ 5 of Swords ഇവിടെ എന്താണ്? യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഹേർട്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിന് കൂടുതൽ താഴ്ത്താണ് ചെയ്യണേ. അപ്പോൾ ബെറ്റർ ടു വാക്ക് അവേ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരും വിൻ ചെയ്യാൻ പോകുന്നില്ല, രണ്ടാളും ഈക്വലി ഹേർട്ടാണ് ആവണത്. അപ്പോൾ ആ ഇമ്മെച്യോർ ബിഹേവിയറിന് പുറത്ത് വന്നിട്ട് അവർ ചെയ്യാൻ പറ്റില്ല വെച്ചാൽ മേ ബി നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് ചെയ്തിട്ട് വാക്ക് അവേ ചെയ്യാം. 4 of Pentacles, ഇതൊരു ഡിവോഴ്സ് സിറ്റുവേഷൻ ആണ് വെച്ചാൽ കുറേ ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഫിനാൻഷ്യൽ കാര്യത്തിൽ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ചില സിറ്റുവേഷനിൽ ഒരു വിക്ടറി ഇല്ല, ആൻഡ് അതുകൊണ്ട് കുറേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസും ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ബെറ്റർ ടു ഇപ്പോൾ ആ സിറ്റുവേഷനെ വിടുക. അവർക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ കൊടുക്കുക. നിങ്ങളാണ് അലിമനി ചോദിക്കണ വെച്ചാൽ ഒരു റീസണബിൾ എമൗണ്ട് ചോദിക്കുക ആൻഡ് വാക്ക് അവേ ചെയ്യുക. ഇല്ല വെച്ചാൽ അതും നഷ്ടമാവും. ഇവരെ 4 of Pentacles ഇവിടെ ഹിഡൻ ഫാക്ടർ കുറച്ചൊരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻഡ് എനർജിയാണ്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി റിസർവ്ഡ് ആയി എനർജിയാണ്. 3 of Cups, അഗൈൻ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ വിളിക്കാൻ നോക്കുന്നുണ്ടാവും പുറത്ത്, പക്ഷേ നിങ്ങൾ ആരുടെയും കൂടെ അങ്ങനെ പുറത്ത് പോണില്ല, കുറേ റിസർവ്ഡ് ആയിട്ടാണ്. ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് കുറേ ആൾക്കാർ ഇൻട്രസ്റ്റഡും ആവും നിങ്ങളുടെ കൂടെ ഈ പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്നുവെച്ചാൽ നിങ്ങൾ മേ ബി മെൻ്റലി ഇമോഷണലി റെഡി ആയിരിക്കില്ല. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് എനിക്ക് കിട്ടണത് ഇവിടെ. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്. പക്ഷേ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.